Hey guys, welcome to my channel. Stay tuned. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പോട്ട് വന്നിട്ട് പൊന്മുടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പൊന്മുടിയുടെ കാര്യങ്ങൾ എന്തൊക്കെ അവിടെ ഉണ്ടെന്നും പൊന്മുടിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഈ വ്ളോഗിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ 22 ഹെയർ പിന്നൊക്കെ കഴിഞ്ഞ് ടോപ്പിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടൈം, അതായത് ഈ ഒരു ടൈം ഞാൻ ഉദ്ദേശിക്കുന്ന 4-4:30 ബിറ്റ്വീനിലാട്ടോ. ഈ ഒരു ടൈമിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്, എന്താ പറയുക, ഒരു അടിപൊളി ഫീലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ന് പൊന്മുടിയിൽ നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ. എന്താ അറിയില്ല, പൊതുവേ സൺഡേ ഭയങ്കര തിരക്കാണ്, കാല് കുത്താനുള്ള സ്ഥലം പോലും പൊന്മുടി കിട്ടാറില്ല. പക്ഷെ ഇന്ന് വന്നിട്ട് ഭയങ്കര തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അകത്തോട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. ഞാൻ ഒരുപാട് പ്രാവശ്യം പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും അകത്തോട്ട് വണ്ടിയും കൊണ്ട് കയറാനായിട്ടുള്ളൊരു അവസരമേ കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വഴി കൂടെ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത്. സാധാരണ എപ്പോഴും ഞങ്ങൾക്ക് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും നമുക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടുക. അപ്പോൾ ആ ഒരു പുറത്തുള്ള കുന്നുകൾ, ആ ഒരു ടവറൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരിക. ആ സമയത്തേക്ക് തന്നെ ക്ഷീണിച്ച് എരച്ച് തളർന്നൊക്കെ ആയിരിക്കും ഈ വഴി കൂടെ വരുന്നത്. നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഈ വഴി കൂടെ പോകുന്നത്, വണ്ടിയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ന് അങ്ങോട്ട് തന്നെ ഫെസ്റ്റ് വെച്ച് പിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ആ നേരെ കാണുന്ന സ്ഥലത്തോട്ടാണ് ഇന്ന് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ 2 സൈഡുകളിലായിട്ട് കൂടാരം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്ലേസാണത്. ഓക്കെ, ഇനി ആ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ളൊരു സൗകര്യവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരോ അസൗകര്യമുള്ളവരോ അവിടെ നിന്നിട്ട് ആ വ്യൂ എല്ലാം ആസ്വദിക്കാവുന്നതാണ്. എന്തായാലും താഴോട്ട് പോകുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ട് ഇറങ്ങി നോക്കാം അവിടെ എങ്ങനെയാണ് കാഴ്ചകളും കാര്യങ്ങളും നോക്കാം. മുന്നേ 2 പ്രാവശ്യവും ഞാൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പം മേളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടന്നുകൊണ്ട് ഇനി സെക്യൂരിറ്റീസ് വഴി ക്ലിയർ അല്ലാത്തത് കൊണ്ടാണോ ഇറക്കി വിടാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്ന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അപ്പം എല്ലാവരും ഇറങ്ങുന്നുണ്ട്. പിന്നെ എനിക്കും ആകാംക്ഷയാണ് ഇതിൻ്റെ താഴെ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഇറങ്ങി നോക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മുൻപ് വന്നിട്ടുള്ള ടൈമൊന്നും നമുക്ക് ഈ വഴിയൊന്നും ഇത്രയും ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. കാരണം പുല്ല് കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വൃത്തിയാക്കി ഇടുന്നതാണോ എന്താണെന്നറിയത്തില്ല. പക്ഷെ ഇപ്പോൾ വഴിയൊക്കെ നല്ല ക്ലിയറാണ്. പിന്നെ വരുന്ന ബുദ്ധിമുട്ടല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കല്ലുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നടക്കണം. പിന്നെ ഞാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൊന്മുടിയിലെ ക്ലോസിങ് ടൈമാണ് 4:30 ക്ലോസിങ് ടൈം. സോ ആഫ്റ്റർ 4:30 എന്തായാലും എൻട്രൻസ് ഇല്ല. അപ്പം അതിന് മുന്നേ അകത്തോട്ട് കയറുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ വെറുതെ വന്നു പോകുന്നത് പോലെയാണ്. ഓക്കെ, അതോ ആ കാണുന്ന മലയാണ് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കയറാൻ പറ്റുമോ എന്നുള്ളതിൽ നല്ല കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഞാൻ നടക്കുന്നത്. എന്തായാലും നമുക്ക് അതുവരെ പോയി നോക്കാം, പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. ഗൈസ്, അപ്പോൾ എനിക്ക് ഇവിടെ കയറാൻ പറ്റും കേട്ടോ. ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പൊക്കമുള്ളതായിട്ട് തോന്നിയപ്പോൾ എനിക്ക് കയറാൻ പറ്റത്തില്ല. കയറിയാൽ ഞാൻ വീഴും. കൊക്ക പോലെയല്ല, നല്ല പൊക്കം പോലെ തോന്നി കല്ലുകൾക്കൊക്കെ. അപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല എന്നാണ് തോന്നിയത്. ഞാൻ ഇനി അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ വല്ല വിധേന മല വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ആൻഡ് വാവ്, അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ. ഒരു രക്ഷയില്ല, അത്ര അടിപൊളി വ്യൂ. ആൻഡ് ഇവിടെ തന്നെ ഇരിക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവരടിച്ചിറക്കി വിടുന്നത് വരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ കാണും. എപ്പോഴും അതായത് പൊന്മുടി വരുന്ന ടൈമൊക്കെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് ഭയങ്കര ഒരു ആൻസൈറ്റിയാണ്. ഇവിടെ എന്താണെന്നറിയണം, ഇവിടെ വരണം എന്നറിയണം. പക്ഷെ ഇവിടെ വരണം എന്നാഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ വന്നത് എന്തായാലും വേർത്ത് ഇറ്റ് തന്നെയാണ്. അത്ര അടിപൊളി വ്യൂവും നല്ല ക്ലൈമറ്റും
ആൻഡ് ക്ലൈമറ്റും ചേഞ്ചായി തുടങ്ങി, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തു നിന്ന്, അതായത് ഞങ്ങളെ കൂട്ടത്തിൽ കയറിയ ആരും എണീറ്റ് പോകുന്ന പോലുമില്ല. കാരണം ഇവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ തന്നെ അത്ര നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓൾറെഡി ടൈം ഒരുപാട് ലേറ്റായി. 6 മണിക്ക് പൊന്മുടി ക്ലോസ് ചെയ്യും. ആൻഡ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല, കാരണം നമ്മൾ നേരത്തെ പോയ സ്പോട്ടിൽ തന്നെ കുറേ ടൈം വേസ്റ്റ് ചെയ്തു. സോ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ ഇവിടെ വരികയാണെങ്കിൽ ബാക്കി മിസ് ഔട്ടായ സ്പോട്ട്സ് കാണിച്ചു തരാം. ഒന്നുമില്ല, ഈ ഒരു നല്ല മോർണിംഗ് ടൈം വരികയാണെങ്കിൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ വന്ന ടൈം ഇത്രയും മഞ്ഞില്ലായിരുന്നു, ബട്ട് ഇപ്പോൾ നല്ല ക്ലൈമറ്റായി പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇറക്കി വിടുവർ. അപ്പോൾ ഇനി എനിക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്ട്രാ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ഇനി അങ്ങോട്ട് മല ആ സൈഡൊന്നും കുന്ന് സൈഡ് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഇറങ്ങാൻ ടൈമായി, ഇറങ്ങിയേ പറ്റുള്ളൂ. മണി 6 സെക്യൂരിറ്റി എല്ലാവരുടെ അടുത്തും ഇറങ്ങാനായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എൻട്രൻസിൽ 2 ആടുകളൊക്കെ ഉണ്ടോ, ഇതാണ് ആ എൻട്രൻസിലെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. മഞ്ഞ് വന്നു തുടങ്ങി. ആൻഡ് ക്യാമറയിൽ ഇത് എത്ര എവിഡൻ്റ് ആണെന്നും എനിക്കറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ആ കാണുന്ന മലയാണ് നമ്മളെ ടവർ ഇരിക്കുന്ന മല. അപ്പോൾ ഞാൻ മുൻപ് വന്നിട്ടുള്ള ടൈമെല്ലാം ഞാൻ അവിടെ കയറാറുണ്ടായിരുന്നിട്ടുള്ളൂ, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിന് വേണ്ടി ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ പൊന്മുടിയിലൊരു കെഫറ്റീരിയ ഉണ്ട്. കെഫറ്റീരിയ പ്ലസ് പാർക്കാണത്. അപ്പോൾ നല്ല രീതിയിലാണ് അവർ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആൻഡ് വരുന്ന മിക്കവരും ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ പോവാറുള്ളൂ. ആൻഡ് കഫറ്റീരിയ വന്നിട്ട് ഞാൻ വന്ന ടൈമുകളിലൊന്നും കഫറ്റീരിയ ഓപ്പണായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ഷോറല്ല ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളത്. സോ നമുക്ക് ഇന്ന് കഫറ്റീരിയ ഓപ്പൺ ആണോ അല്ലേ എന്നുള്ളത് പോയി നോക്കാം. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. പെയ്ഡൊന്നുമല്ല, ഫ്രീ തന്നെയാണ്. സോ അതും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് നമുക്ക്. അപ്പോൾ ഗൈസ്, ഇന്നും കഫറ്റീരിയ ഓപ്പൺ അല്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 6-6:30 ടൈം അടുപ്പിച്ച് വരുന്നുണ്ടായിരിക്കാം ഇത് ക്ലോസ് ചെയ്യുന്നത്. മേ ബി ഇതിൻ്റെ ക്ലോസിങ് ടൈം ഒരു 5 മണി അടുപ്പിച്ചായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കഫറ്റീരിയയുടെ അടുത്ത് വന്നിട്ട് ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അങ്ങനെ വലിയ വർക്കിംഗ് ആയിട്ടുള്ള ഒരു കളിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ആകെ 2 ഊഞ്ഞാലും ഒരു സീസോവും ഒരു സ്ലൈഡും മാത്രമേ ഉള്ളൂ വർക്കിംഗ് കണ്ടീഷനിൽ. ബാക്കിയെല്ലാം ഉപയോഗിക്കാതെ ജാമായിപ്പോയി, ഞാൻ പൊട്ടിയും പോയി. അപ്പോൾ അങ്ങനെ വലിയൊരു രീതിയിൽ പാർക്കൊന്നുമല്ല, ഒരു ചെറിയ തട്ടിക്കൂട്ട് അത്രയേ ഉള്ളൂ. ആൻഡ് ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ പാർക്കെന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ പൊന്മുടി വ്ളോഗ്സ് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് ഔട്ടായിപ്പോയി, ഞങ്ങൾ വന്നത് ലേറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ബാക്കി മിസ് ഔട്ടായ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു 6-6:30 ടൈമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര മഞ്ഞാണ്, നല്ല രസമുണ്ട് കാണാനും. ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് കോടമഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്, കണ്ടോ? ക്യാമറയിൽ എത്രമാത്രം എവിഡൻ്റ് ആണെന്ന് അറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ശരിക്കും ഇവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് വന്ന് ഇരിക്കാനാണ് വന്നത് ഈ പാർക്കിൽ. പക്ഷേ ക്ലൈമറ്റ് അടിപൊളിയായിട്ട് ചേഞ്ചായി. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ പൊന്മുടി വ്ളോഗ്സ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ശരി, ബൈ. With my head again